ലാൽമാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. CBSE മാത്തമാറ്റിക്സിൻ്റെ PYQ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്ഷൻ A MCQ മൊത്തം കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ കഴിഞ്ഞായിരുന്നു. ഇന്ന് ചെയ്യുന്നത് സെക്ഷൻ B ആണ്. എല്ലാവരും പാർട്ടായിട്ട് കാണാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ: If sin theta plus sin square theta is equal to 1, then prove that cos square theta plus cos raised to 4 theta is equal to 1. അപ്പോൾ നമുക്ക് എഴുതാം. എന്താണ് തന്നിരിക്കുന്നത്? Given is sin theta plus sin square theta is equal to 1. അപ്പോൾ നമുക്ക് എഴുതാം sin theta എന്ന് പറയുന്നത് sin square theta അപ്പുറത്താകുമ്പോൾ 1 മൈനസ് sin square theta ആവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഐഡൻറ്റിറ്റിയാണ്. 1 മൈനസ് sin square theta എന്ന് പറയുന്നത് cos square theta. അപ്പം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കോസ് റേസ് ടു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ. അപ്പോൾ ഇതിന് രണ്ടിനും കോസ് പുറത്തെടുത്താൽ രണ്ടിടത്തും ഉള്ളത് കോമൺ ഉള്ളത് കോസ് സ്ക്വയർ തീറ്റയാണ്. കോസ് സ്ക്വയർ തീറ്റ പുറത്തെടുത്താൽ എന്ത് കിട്ടും? 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കോസ് റേസ് ടു 4 തീറ്റ എന്ന് കോസ് സ്ക്വയർ തീറ്റ പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണ്? കോസ് സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ തന്ന ഈ എക്സ്പ്രഷൻ എന്തായാലും കോസ് സ്ക്വയർ തീറ്റയ്ക്ക് വരും സൈൻ സ്ക്വയർ തീറ്റ, സൈൻ തീറ്റ ഇൻറ്റു 1 പ്ലസ് സൈൻ തീറ്റ, 1 പ്ലസ് സൈൻ തീറ്റ, സോറി 1 പ്ലസ് ഇനി ബ്രാക്കറ്റ് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ തീറ്റ ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ. നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ വാല്യൂ എന്താണ്? സൈൻ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി എന്താണ്? സൈൻ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എഴുതാം. ആൻസർ ഈസ് ഈക്വൽ ടു 1. അപ്പം നമുക്കിനി അടുത്ത ചോദ്യം ഓർ സെക്ഷനിലോട്ട് കിടക്കാം. ഓർ സെക്ഷൻ എന്ന് പറയുന്നത് ഇഫ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/√7 ഷോ ദാറ്റ് കൊസി സ്ക്വയർ തീറ്റ മൈനസ് സി സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കൊസി സ്ക്വയർ തീറ്റ പ്ലസ് സി സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 3/4. അപ്പോൾ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? ടാൻ തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/√7. നമുക്ക് ഇവിടെ ട്രയാങ്കിൾ വരച്ചാൽ ഇത് തീറ്റയായിട്ട് സങ്കല്പിച്ചാൽ ടാൻ തീറ്റ നിന്നാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ √7. അപ്പോൾ ഹൈപ്പോട്ടൻസ് എന്തായിരിക്കും? √7 ഹോൾ സ്ക്വയർ 7 + 1 √8. √8 ആണ് നമ്മുടെ ഹൈപ്പോട്ടൻസ്. അപ്പോൾ എന്താണ്? കൊസി സ്ക്വയർ തീറ്റ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കൊസി സ്ക്വയർ തീറ്റ മൈനസ് സി സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കൊസി സ്ക്വയർ തീറ്റ പ്ലസ് സി സ്ക്വയർ തീറ്റ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിൽ നിന്നും കൊസീക് സ്ക്വയർ തീറ്റ, കൊസീക് തീറ്റ എന്താണ്? 8 ആയിട്ട് വരും. സോറി √8/1 ആണ്. അപ്പോൾ കൊസി സ്ക്വയർ തീറ്റ എത്രയാണ്? 8 പ്ലസ് മൈനസ് സി സ്ക്വയർ തീറ്റ എന്താണ്? സി സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് √8/√7 ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ആകുമ്പോഴത്തേക്ക് 8/7 ഡിവൈഡഡ് ബൈ ഇതേ വാല്യൂ തന്നെ താഴെയും വരില്ല, +8 + 8/7. അപ്പം നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ 8×56 മൈനസ് 8 ഡിവൈഡഡ് ബൈ 7 ദ ഹോൾ ഡിവൈഡഡ് ബൈ 56 + 8/7. അപ്പോൾ എന്ത് കിട്ടും? 7ഉം 7ഉം ക്യാൻസൽ പോവും. 56ൽ നിന്ന് 8 പോകുമ്പം 48 ഡിവൈഡഡ് ബൈ 56 8 64 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. നമ്മളിവിടെ ഹെൻസ് പ്രൂവ്ഡായി നമ്മൾ തെളിയിച്ചിട്ടുണ്ടാവും. ഇത് ആണ് രണ്ടാമത് 21 ബി പാർട്ട്. നമുക്കിനി 22ാമത്തെ ക്വസ്റ്റ്യനോട്ട് കിടക്കാം. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 85 and 72 ലിവിങ് റിമൈൻഡർ 1 and 2. 85നെയും 72നെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന
ഏറ്റവും വലിയ സംഖ്യ. എന്നാൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? 85 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരണം, 72 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഡിവൈഡ് ചെയ്യണം, റിമൈൻഡർ വരണം. അപ്പം നമുക്കതിൽ നിന്ന് കുറച്ച് കളയാം. 85 1 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 84. 72 എത്ര കുറയ്ക്കണം? 2 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും? 70 കിട്ടും. നമ്മൾ 70 നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹയസ്റ്റ് നമ്പർ. അപ്പോൾ HCF കാണണം. HCF ഓഫ് 84 and 70. 85 ആണെങ്കിൽ ഒരു 1 റിമൈൻഡർ വരണം, 72 ആണെങ്കിൽ 2 റിമൈൻഡർ വരണം. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് 1 കുറച്ച് 2 കുറച്ചപ്പോൾ ബാക്കി 84 70. 84 70ൻ്റെ HCF എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 2 ആണ്. അപ്പം 42 അടുത്ത എത്രയാണ്? 35. ഇനി ഏതുണ്ട്? 7 രണ്ടിലുമുള്ള കോമൺ ഉള്ളത്. അപ്പോൾ 6 7 42, 7 5 35. അപ്പോൾ അതിന് കോമൺ നമ്പർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് HCF ആയിട്ട് ആരെ എടുക്കാം? 2 × 7. HCF ഈസ് ഈക്വൽ ടു 2 × 7. ദാറ്റ് ഈസ് എ നമ്പർ. റിക്വയർഡ് നമ്പർ ഈസ് 14 ഈസ് ദ ഹയസ്റ്റ് നമ്പർ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാം. 23ാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ എന്താണ്? എ ബാഗ് കണ്ടെയ്ൻ 4 red, 3 blue and 2 yellow balls. One ball is drawn at random from the bag. Find the probability that that ball is ഒന്നാമത്തത് റെഡ്, രണ്ടാമത്തത് യെല്ലോ. അപ്പോൾ എന്താണ് നമുക്ക് എഴുതാം? റെഡ് ബാൾ, റെഡ് ഈസ് ഈക്വൽ ടു 4, ബ്ലൂ ഈസ് ഈക്വൽ ടു 3, യെല്ലോ ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ടോട്ടൽ ബാൾസ് എത്രയാണ്? ടോട്ടൽ ബാൾസ് 4 3 7 2 9 ടോട്ടൽ ബാൾ. പ്രോബബിലിറ്റി ഓഫ് റെഡ് ബാൾ, പ്രോബബിലിറ്റി ഓഫ് റെഡ് ബാൾ. എത്ര റെഡ് ബാൾ ഉണ്ട്? 4 ബാൾ. അപ്പോൾ 4/9 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി എന്താണ് പ്രോബബിലിറ്റി ഓഫ് യെല്ലോ? പ്രോബബിലിറ്റി ഓഫ് യെല്ലോ ഈസ് ഈക്വൽ ടു എത്രയാണ്? യെല്ലോ എത്ര ബാളുണ്ട്? 2 ബാളുണ്ട്. അപ്പോൾ 2/9 ആണ് അതിൻ്റെ കറക്റ്റായ ഉത്തരം. ഇനി നമുക്ക് 24ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. In the given figure, ABCD is a parallelogram. ABCD is a parallelogram. നമുക്ക് ഒരു പാരലോഗ്രാം വരയ്ക്കാം. എന്താ കുഴപ്പം? ABCD is a parallelogram. നമുക്ക് വരച്ച് നോക്കാം, വരച്ച് കിട്ടുമോ നോക്കാം. ABCD is a parallelogram. AE divides. ഇതാണ് E. AE divides the line segment BD in the ratio 1:2. അപ്പോൾ ഇത് എത്രയാണ്? 1 ആണ്, ഇത് 2 ആണ്. BE is equal to 1.5 centimeter. Find the length of BC. BC കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതിൽ ഇവിടെ നടുക്കത്തത് O ആണ്. 2 ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ OB, ഈ ട്രയാങ്കിൾ, ട്രയാങ്കിൾ OBE. പിന്നെ ട്രയാങ്കിൾ ODA, ട്രയാങ്കിൾ ODA. ഈ 2 ട്രയാങ്കിൾ നമുക്ക് സിമിലർ ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ സിമിലർ ആയതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ്? കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് എന്ത് എഴുതാം? OB ഡിവൈഡഡ് ബൈ OD ഈസ് ഈക്വൽ ടു BE ഡിവൈഡഡ് ബൈ AD. BE ഡിവൈഡഡ് ബൈ AD. അപ്പോൾ സിമ്പിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് തന്നെ എഴുതാൻ പറ്റി. OB ബൈ OD ആണ്. OB ബൈ OD, BE ബൈ AD. അപ്പോൾ എന്താണ്? OB ബൈ OD എന്താണ്? OB എന്ന് പറയുന്നത് ഇതുമാണ് 1, OD എന്ന് പറയുന്നത് 2. അപ്പോൾ എന്താണ്? നമുക്ക് എഴുതാം 1/2 ഈസ് ഈക്വൽ ടു BE ബൈ
എ ഡി ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. എ ഡിക്ക് കറക്റ്റായിരിക്കാൻ പാരലോഗ്രാം ആയതുകൊണ്ട് എ ഡിയും ബി സിയും തുല്യമായിരിക്കുമല്ലോ. ബി ബൈ ബി സി എന്ന് എഴുതാം. ബിയുടെ വില തന്നിട്ടുണ്ട് 1.5. അപ്പോൾ എത്ര കിട്ടി? 1/2 ഈസ് ഈക്വൽ ടു 1.5 ഡിവൈഡഡ് ബൈ ബി സി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ബി സി ആണ്. അപ്പം ബി സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ ആണ് ആൻസർ. 3 സെൻറ്റിമീറ്റർ. അപ്പം 25 സെക്ഷൻ ബിയിലെ അവസാനത്തെ ചോദ്യത്തിലാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ അവസാനത്തെ ചോദ്യത്തിൽ നമ്മൾ കിടക്കുകയാണ്. അതിന് മുമ്പ് ഒരു അപേക്ഷയുണ്ട്, ഒരു നിർദ്ദേശമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് 25ാമത്തെ ചോദ്യം നടക്കുന്നു. സോൾവ് ദ പെയർ ഓഫ് ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു 3 വൈ ഈസ് ഈക്വൽ ടു -4 ഗ്രാഫിക്കലി. അപ്പോൾ ഗ്രാഫിക്കലി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ ഇത് 3 എന്ന പോയിന്റ് ആണെങ്കിൽ ഇത് എക്സ് ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ലൈനിങ്ങനെ വരും. വൈ ഈസ് ഈക്വൽ ടു -4 എന്ന് ഇത് വൈ ആക്സിസ് ആണ്. ഇത് 4 ആണെങ്കിൽ -4 ആണെങ്കിൽ ഇതിങ്ങനെ വരും. അപ്പോൾ ഈ എക്സിൻ്റെ 3 എന്ന പോയിന്റ് ഇവിടെയും വൈയുടെ 3 എന്ന പോയിന്റ് ഇവിടെയും കിടുമ്പം അതിൻ്റെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് എന്നത് 3ഉം വൈ എന്നത് -4ഉം കിട്ടും. അപ്പോൾ വാല്യൂസ് ഈസ് ഈക്വൽ ടു എക്സ് -3. ഇനി എന്താണ് ഓർ എന്താണ്? ബി എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് ലീനിയർ ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ഓർ നോട്ട്, കൺസിസ്റ്റൻ്റ് ആണോ അല്ലയോ നോക്കുന്നതിന് നമ്മൾ എയും 2 ഇത് വരച്ചു. എക്സ് ഈസ് ഈക്വൽ ടു 0 ആണ്, വൈ ഈസ് ഈക്വൽ ടു -7. അപ്പോൾ ഈ പോയിന്റ് നമുക്കൊരു ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടും. ഏതാണ് ആ പോയിന്റ്? 0,-7 എന്ന പോയിന്റ് കിട്ടുന്നതുകൊണ്ട് ഇതെന്താണ്? കൺസിസ്റ്റൻ്റ് എന്ന് പറയാം. ഇതോടെ ബി സെക്ഷൻ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആണ്. സി നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.